ഹലോ. ഞാനപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നതാണ്. കുറച്ച് പണി ഇനിയും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ കുറച്ച് നേരം എപ്പോഴും ഞാൻ വരും, റെഗുലറായിട്ട് വീഡിയോ എടുക്കും, ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും, പിന്നെ തിരക്കായിരിക്കും. ഭയങ്കര ബിസിയാണ് ഇപ്പം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ പ്രമോഷൻ വർക്ക് ഉള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇനിയും കുറേ വർക്ക്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ യൂട്യൂബ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ ഞാൻ ലൈഫ് സ്റ്റൈൽ ചലഞ്ച് ഞാൻ സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ ഒരാഴ്ചയായി. ഫ്രണ്ട്സ് വന്നപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് മര്യാദക്കല്ലാതെ അപ്പം അങ്ങനെ പ്രോപ്പർ അല്ലാതെ അപ്പം ഇനിയും ഞാനെല്ലാം വീണ്ടും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നാളെ തൊട്ട് റെഗുലർ ആവണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേന്. വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല നാളെ തൊട്ട് എടുക്കേണ്ട കാര്യം. നാളെ എനിക്ക് വർക്കുണ്ട്, നാളെ സാറ്റർഡേ ആണ്, പക്ഷെ നാളെ എനിക്ക് വർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ 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 ബിസി ആയിപ്പോയി. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കണം, ഓരോ വിശേഷം പറയണം. കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, അങ്ങനെ കൺഗ്രാറ്റ്സ്, അങ്ങനെ കുറേ മെസ്സേജസൊക്കെ വരുന്നുണ്ട്. അല്ലാതെ പേഴ്സണൽ മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റുള്ളൂ. അപ്പം വളരെ ബിസി ആയി പോകണം. കാര്യം ഞാൻ കുറച്ചും കൂടി ഇൻസ്റ്റാഗ്രാമും കൂടി ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് തിരക്ക്. പിന്നെ വീട്ടിലെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, വീട്ടിലെ കാര്യം നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ വളരെ തിരക്ക്. ഷൂട്ട് ചെയ്യാനൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ബിഗ് ബോസ് തുടങ്ങിയല്ലോ. ബിഗ് ബോസ് തുടങ്ങിയില്ല, അഗ്നിപരീക്ഷണം. ഞാൻ ബിഗ് ബോസ് ഫാനാണ്. സീസൺ 1 തൊട്ട് ഇതുവരെ എന്ന് വെച്ചാൽ ഇപ്പം വരെ ഞാൻ ഇതുവരെ സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും കാണും. അപ്പോൾ അതും കൂടി തുടങ്ങിയോണ്ട് അതിൻ്റെ ഒരു അരമണിക്കൂർ ഞാൻ അത് വേറെ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ എൻ്റെ സമയം പോകും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സമയമില്ലാതെ. പക്ഷേ എനിക്ക് ആ വിശേഷം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ട് ആദ്യം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ട, എന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എൻ്റെ ലോങ് വീഡിയോ കാണുന്നത്. അത് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ എന്താ വിശേഷം? പിന്നെ നിങ്ങളോട് ഞാൻ കൊറിയൻ പ്രോഡക്റ്റ്സ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ഓഫ് കോഴ്സ് ഞാൻ ചെയ്യാൻ. എൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, എനിക്ക് ഇഷ്ടം പോലെ. അതിൽ നല്ല നല്ല പ്രോഡക്റ്റ്, എനിക്ക് പ്രത്യേകിച്ച് ഈ ഹെയർ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണത് എന്തായാലും കാണിക്കാം. അതൊന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം. അടിപൊളി, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ഹെയറാണ്. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നാളെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഷൂട്ട് ചെയ്തിട്ടാണോന്ന് വിചാരിച്ചു. കാര്യം എൻ്റെ ഹെയർ കാണിക്കണം, എനിക്ക് അത് പറയണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും, പ്രമോഷൻ വീഡിയോ അല്ലാതെ. കാര്യം എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്യാം. അതിൽ നാളെ തൊട്ട് ഓരോ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഫോണിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണത്. കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും എനിക്ക് കുറച്ച് ഗ്യാപ്പ് വരേണ്ടി വന്നു, ഇതേപോലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ എന്താ പറയുക, വളരെ സന്തോഷമാണ്, കുറച്ച് സങ്കടമുണ്ട്. എനിക്ക് ഇതേപോലെ ഇപ്പം റെഗുലറായിട്ട് യൂട്യൂബ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. കാര്യം ഞാൻ വർക്കിന് പോകുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇതേപോലെ കുറച്ച് തിരക്കുകൾ, പ്രൊമോഷൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുണ്ട്, അതിൻ്റെ തിരക്ക്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ ഭയങ്കര കുറച്ച് തിരക്ക്. പിന്നെ എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കുമ്പം ഞാൻ റിപ്ലൈ കൊടുക്കാൻ പൊതുവേ നോക്കാറുണ്ട്. കുറേ പേർക്ക് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പം നിങ്ങൾ കൂടുതൽ മെയിലാണ് ഞാൻ ഇപ്പോൾ പിന്നെയും മെസ്സേജിനെക്കാളും ചെക്ക് ചെയ്യണത്. അപ്പം മെയിൽ അടക്കണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അടക്കാണ്ട്. പണ്ടൊക്കെ എനിക്ക് 1, 2 കിട്ടണം. ഇപ്പം അതിൽ കൂടുതൽ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ സന്തോഷമാണ്. കാര്യം നമ്മൾ ഇഷ്ടപ്പെടാൻ പണ്ട് ഇപ്പോൾ 1, 2 ആൾക്കാരാണെങ്കിൽ ഇപ്പം അതിലും കൂടി, കുറേയൊന്നും അല്ലെങ്കിൽ അതിലും കൂടിയെന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ, അത് വളരെ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചുമ്മാ ഇങ്ങനെ എന്താ വായു എന്നത് അത് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇരുന്നത്. നിങ്ങളോട് പ്രത്യേകിച്ച് ഞാനിങ്ങനെ വരാത്തതിൻ്റെ റീസൺ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്നത്. ഞാൻ ലോങ് വീഡിയോ റെഗുലറായിട്ട് ഇടണമെന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ പോയിട്ട് ഷോർട്സ് പോലെ എനിക്ക് ഇടാൻ നേരമില്ല ഇപ്പം. അപ്പോൾ അങ്ങനെ അത്രയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് നാളെ തൊട്ട് വരുന്നതൊന്നും പറയണില്ല. ഇനി അത് നടന്നില്ലെങ്കിലോ, ഒരു അത്രയും തിരക്കായി പോകണം, അതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും നിങ്ങളുടെ ഈ സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പം ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം. അതിൻ്റെ കാരണം
നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും റെഗുലറായിട്ട് എൻ്റെ ഒരു ലൈഫിലെ കാര്യങ്ങൾ, പിന്നെ അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ഒക്കെ ഞാൻ ചെയ്യാട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ ഷോർട്സിൽ ചെയ്യാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ലോങ് വീഡിയോസ് നിങ്ങൾ കാണാൻ നോക്കുക. കാര്യം നിങ്ങൾ തന്ന ലവ് ആൻഡ് സപ്പോർട്ടിന് എന്തായാലും ഞാൻ തിരിച്ച് നിങ്ങൾക്കും തരുന്നതായിരിക്കും. അത് ഞാൻ പതിയെ പറയാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. ബൈ. ഇനിയിപ്പോൾ ഇത്രേ വിശേഷമുള്ളൂ എനിക്ക് പറയാം. നാളെ തൊട്ട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങാം. നാളെ എനിക്ക് വർക്കുണ്ട്. നാളെ സാറ്റർഡേ ആണ്. അപ്പോൾ എനിക്കൊരു സൺഡേ കിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണേ. അത്രയേ ഉള്ളൂ. ബൈ.